സെക്രട്ടേറിയറ്റിന് മുന്നിലെ അംഗനവാടി ജീവനക്കാരുടെ രാപകൽ സമരം അവസാനിപ്പിച്ചു. ധനമന്ത്രി കെ എൻ ബാലഗോപാലുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് 13 ദിവസമായി തുടരുന്ന സമരം അവസാനിപ്പിച്ചത്. 3 മാസത്തിനുള്ളിൽ ആവശ്യങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം ആരംഭിക്കുമെന്ന് അംഗനവാടി ജീവനക്കാർ പ്രഖ്യാപിച്ചു. 10 ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കോൺഗ്രസ് അനുകൂല സംഘടനയായ അംഗനവാടി എംപ്ലോയീസ് ഫെഡറേഷന്റെ സമരം. സർക്കാർ ജീവനക്കാരെ അംഗീകരിക്കുക, മിനിമം വേതനം 21,000 രൂപയാക്കുക, വേതനം ഒറ്റത്തവണ നൽകുക തുടങ്ങിയവയായിരുന്നു പ്രധാന ആവശ്യങ്ങൾ. 13 ദിവസങ്ങൾക്ക് ശേഷം ധനമന്ത്രി കെ എൻ ബാലഗോപാലുമായി നടത്തിയ ചർച്ചയിലാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നത്. ക്ഷേമോദി ആനുകൂല്യങ്ങൾ എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യുന്ന ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഫോണ് നമുക്ക് തരുമെന്നുള്ള ഉറപ്പും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി 10 ദിവസത്തിനുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കുമെന്നും 3 മാസത്തിനുള്ളിൽ അംഗൻവാടിക്കാരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം കാണുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി തന്ന ഉറപ്പിൻ്റെ മേൽ ഇന്ന് ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുകയാണ്. 90 ദിവസത്തിനുള്ളിൽ ആവശ്യങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ സമരം തുടരാനാണ് ജീവനക്കാരുടെ തീരുമാനം. 91 ദിവസത്തിനകം ഒന്നും നടന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും പൂർവാധികം ശക്തിയായി സമരം നടത്തുന്നതാണ്. മാർച്ച് 17 ആരംഭിച്ച രാപ്പകൽ സമരമാണ് 13-ാം ദിവസം ചർച്ചയ്ക്കൊടുവിൽ അവസാനിപ്പിക്കുന്നത്. 24 തിരുവനന്തപുരം.